വില്യം ജെയിംസിൻ്റെ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം പുറത്തിറങ്ങുന്നതുവരെ ബോധം ശകലങ്ങളായുള്ള പരമ്പരയാണെന്നായിരുന്നു സാർവലൗകിക ധാരണ. ബോധത്തെ സംബന്ധിച്ച് അരിസ്റ്റോട്ടിൽ മുതൽ വില്യമിൻ്റെ കാലം വരെയുള്ള ശ്രദ്ധേയമായ പഠനങ്ങളെല്ലാം ഈ കൃതിയിൽ അദ്ദേഹം പരിശോധനാ വിധേയമാക്കുന്നുണ്ട്. തുടർന്ന് ബോധത്തെക്കുറിച്ചുള്ള എല്ലാ പരമ്പരാഗത ധാരണകളെയും അട്ടിമറിച്ചുകൊണ്ട് ബോധം ഒരു പ്രവാഹമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ദി പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജിയുടെ 9-ാം അധ്യായം ബോധം ഒരു പ്രവാഹമാണെന്ന് അഥവാ ചിന്താധാരയാണെന്ന് വില്യം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. ബോധം നുറുക്കപ്പെട്ട ശകലങ്ങളായി പ്രത്യക്ഷപ്പെടുന്നില്ല. ചെയിൻ അഥവാ ട്രെയിൻ എന്ന വാക്യങ്ങളുടെ ആദ്യത്തെ ഉദാഹരണത്തിൽ തന്നെ അതിൻ്റെ സാന്നിധ്യത്തെ കൃത്യമായി വിശദീകരിക്കുന്നില്ല. ഇത് കൂട്ടിച്ചേർക്കപ്പെട്ട നിലയിലല്ല, ഒഴുക്കുന്ന പോലെയാണ്. പ്രതീകാത്മകം എന്ന നിലയിൽ അതിനെ ഒരു നദി അഥവാ ഒരു പ്രവാഹം എന്ന് വളരെ സ്വാഭാവികമായി വിശദീകരിക്കാവുന്നതാണ്. ഇനിമേൽ ഇതിനെക്കുറിച്ചുള്ള സംസാരിക്കുമ്പോൾ ബോധത്തെ അഥവാ ആത്മനിഷ്ഠാ ജീവിതത്തെ ചിന്താധാര എന്ന് വിളിക്കാൻ എന്നെ അനുവദിച്ചാലും.